വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. മിസ്സിന്റെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും പരീക്ഷയ്ക്കൊക്കെ വേണ്ടി റെഡി ആയിരിക്കല്ലേ മക്കളെ? അപ്പൊ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ബേസിക് സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി ഇതാ മിസ് നിങ്ങൾക്ക് വേണ്ടി വിൻഡോസ് ഓഫ് നോളജ്, അറിവിന്റെ ജാലകങ്ങൾ എന്ന ചാപ്റ്ററിലുള്ള മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ കുറേ വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നാലേ നമുക്ക് എക്സാം വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലെ? അതേ പാറ്റേണിലുള്ള അതേ മോഡലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്തവണയും ചോദിക്കുക. അപ്പൊ നമുക്ക് വിൻഡോസ് ഓഫ് നോളജ്, അറിവിന്റെ ജാലകങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? റെഡിയല്ലേ നിങ്ങൾ എല്ലാവരും? എങ്കിൽ ഇതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒബ്സർവ് ദ പിക്ചർ. എന്താ പറയുന്നത്? ചിത്രം നിരീക്ഷിക്കുക. അത് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, എല്ലാവരും ആ ചിത്രം ഒന്ന് നിരീക്ഷിച്ചു നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓർഗൻ ഈസ് പിക്ചർഡ് ഇൻ ദ എബവ്? അതായത് മുകളിൽ തന്നിരിക്കുന്നതിൽ ഏത് അവയവത്തിന്റെ ചിത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? നോക്കിക്കേ, എല്ലാവരും ഒന്ന് നോക്കിക്കേ മക്കളെ, ഇത് ഏത് അവയവത്തിന്റെ ചിത്രമാണ്? ഏത് അവയവത്തിന്റെ ചിത്രമാണ്? ഇത് നമ്മുടെ ഐ, നമ്മുടെ കണ്ണാണല്ലേ. എന്താണ്? ഏത് ഓർഗനാണിത്? നമ്മുടെ ഐ, നമ്മുടെ കണ്ണാണ് ഇത് അവിടെ തന്നിട്ടുള്ളത്. കണ്ണാണ് നമ്മുടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ. റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്ട് വേർ ദ ഇമേജ് ഓഫ് ദ ലൈറ്റഡ് കാൻഡിൽ ഈസ് ഫോംഡ്. നമ്മള് കാൻഡിൽ ഇവിടെ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ഈ മെഴുകുതിരിയുടെ പ്രതിബിംബം കണ്ണിൽ എവിടെയാണ് പതിയുന്നത് എന്നാണ് ചോദ്യം. കത്തിച്ചു വെച്ച മെഴുകുതിരിയുടെ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗത്തിന്റെ പേരെഴുതുക. എവിടെയാണ് പ്രതിബിംബം പതിയുന്നത്? കണ്ണിന്റെ ഏത് ഭാഗത്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയാ? ഇറ്റ് ഈസ് കോൾഡ് റെറ്റിന. നമ്മൾ എന്താ പറയാ മക്കളെ? റെറ്റിന. റെറ്റിനയിലാണ് എന്ത് രൂപം കൊള്ളുന്നത്? റെറ്റിനയിലാണ് നമ്മുടെ പ്രതിബിംബം രൂപം കൊള്ളുന്നത്. റെറ്റിന എന്ന ആൻസർ എഴുതാം. ഓക്കെ, എങ്കിൽ ഇതാ അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഡ്രോ ദ ഇമേജ് ഫോംഡ് ബൈ ദ ഇമേജ് അലോങ് ദ ലൈറ്റ് പാത്ത് ആൻഡ് റൈറ്റ് ഡൗൺ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ ഒബ്ജക്റ്റ്. അതായത് പ്രതിബിംബം രൂപപ്പെടുന്ന ചിത്രം പ്രകാശപാത സഹിതം വരച്ച് പ്രതിബിംബത്തിന്റെ 2 പ്രത്യേകതകൾ വസ്തുവുമായി താരതമ്യപ്പെടുത്തി എഴുതുക. എന്താണ്? എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? അത് നമ്മുടെ കണ്ണുണ്ട്, മെഴുകുതിരി ഉണ്ട്, കണ്ണിൽ ഇമേജ് പ്രതിബിംബം രൂപപ്പെടുന്നത് വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് വരയ്ക്കണം. എങ്ങനെയാണ് നമ്മളത് വരയ്ക്കുക? ഇങ്ങനെ ലൈറ്റ് റേസ്, ഇങ്ങനെ ലൈറ്റ് റേ വന്ന് പതിക്കുന്നു. ഇങ്ങനെ ലൈറ്റ് റേ വന്ന് പതിക്കുമ്പോൾ നമ്മുടെ മെഴുകുതിരിയുടെ എങ്ങനെയുള്ള രൂപമാണ് പതിയുന്നത്? ഇൻവേർട്ടഡ് ഇമേജ് അഥവാ തല തിരിഞ്ഞ രൂപം അല്ലേ? ഇങ്ങനെ വരയ്ക്കാം. നമ്മുടെ മെഴുകുതിരിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് നമ്മുടെ മെഴുകുതിരിയാണ് കേട്ടോ. നമ്മുടെ കത്തുന്ന മെഴുകുതിരിയാണ്. മിസ്സിന്റെ ചിത്രം കണ്ട് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കത്തുന്ന മെഴുകുതിരിയാണ്. മിസ് ഒന്നും കൂടെ വൃത്തിയിൽ നിങ്ങൾക്ക് വരച്ചു തരാം. നോക്കിക്കേ, ഇങ്ങനെ നമ്മുടെ ലൈറ്റ് റേസ് ഇങ്ങനെ വരും. ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് നമ്മുടെ മെഴുകുതിരിയുടെ രൂപമാണ് മിസ് ഇവിടെ വരച്ചത്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത്. അപ്പൊ ലൈറ്റ് വരുന്ന പാത വരയ്ക്കണം, ചിത്രം രൂപപ്പെടുന്നത് വരയ്ക്കണം. അപ്പൊ നമ്മൾ അത് വരച്ചു. അപ്പൊ എന്താണ് ഈ ചിത്രത്തിന്റെ 2 പ്രത്യേകതകളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇമേജിന്റെ, നമ്മുടെ പ്രതിബിംബത്തിന്റെ 2 പ്രത്യേകതകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രതിബിംബത്തിന്റെ പ്രത്യേകതകള്? സ്മോൾ ആയിരിക്കും അല്ലെ? നമ്മുടെ ശരിക്കുള്ള മെഴുകുതിരിയെക്കാട്ടിലും സ്മോൾ ആയിരിക്കും നമ്മുടെ പ്രതിബിംബം എന്ന് പറയുന്നത്. സ്മോൾ ആണ്. ആൻഡ് പിന്നെ എന്താ പ്രത്യേകത? ആൻഡ് ഇൻവേർട്ടഡ് ആണല്ലേ? ഇൻവേർട്ടഡ് എന്താണ്? തല കീഴായി, തല തിരിഞ്ഞാണ് നമുക്ക് റെറ്റിനയിൽ പതിയുന്നത് അല്ലേ? തല തിരിഞ്ഞാണ് പതിയുന്നത്. അപ്പൊ സ്മോൾ ആണ്, ഇൻവേർട്ടഡ് ആണ് എന്നുള്ള കാര്യം എഴുതാം. ക്ലിയർ ആയോ? ചെറുതാണ്. പിന്നെന്താണ്? തലകീഴായ പ്രതിബിംബം. ക്ലിയർ ആയോ? തലകീഴായതുമായ പ്രതിബിംബം, ചെറുതും തലകീഴായതുമായ പ്രതിബിംബമാണ് എവിടെ പതിയുന്നത്? നമ്മുടെ റെറ്റിനയിൽ പതിയുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ ഇത് അടുത്തൊരു ചോദ്യം നോക്കൂ. വിച്ച് പാർട്ട് ഓഫ് ദ ടങ് ഹെൽപ്പ് us ഐഡന്റിഫൈ സ്വീറ്റ് ഫുഡ്? മധുരമുള്ള വസ്തുക്കൾ നാവിന്റെ ഏതു ഭാഗം കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാനാവുന്നത്? അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. നാവിൽ ഒരുപാട് ടേസ്റ്റ് ബഡ്സ് അഥവാ രസമുകുളങ്ങൾ ഉണ്ടല്ലേ? അത് നാവിന്റെ ഏതൊക്കെ ഭാഗത്താണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത് എന്നുള്ളതിന്റെ ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മധുരം തിരിച്ചറിയുന്നത് നാവിന്റെ ടിപ്പ് ഭാഗത്ത്, നമ്മുടെ നാവിന്റെ അറ്റത്താണ് നമ്മുടെ മധുരം തിരിച്ചറിയുന്നത്. ഇങ്ങനെ 2 സൈഡിലായിട്ട് നമ്മുടെ ഉപ്പ്, സോൾട്ടിന്റെ രുചിയാണ് തിരിച്ചറിയാനുള്ള രസമുകുളങ്ങൾ ഉള്ളത്. ദെൻ പുളി രുചി തിരിച്ചറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉള്ളത് ഈ 2 സൈഡിലാണ്. ആൻഡ് ഇങ്ങനെ ബാക്കിലായിട്ടാണ് കയ്പ് രുചി, ബിറ്റർ ടേസ്റ്റ് അറിയാനുള്ള രസമുകുളങ്ങൾ ഉള്ളത് അല്ലെ? അപ്പൊ നമ്മുടെ നാവിൽ എവിടേക്കാണ് രസമുകുളങ്ങൾ ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ഇത് അടയാളപ്പെടുത്താൻ എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് മധുരം തിരിച്ചറിയാനുള്ള ടേസ്റ്റ് ബഡ്സ്, സ്വീറ്റ് തിരിച്ചറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എവിടെയാണ്? നാവിന്റെ ടിപ്പിലാണ് അല്ലെ? ഇതങ്ങനെ ടിപ്പ്
ടിപ്പിലാണുള്ളത്. ടിപ്പ് ഓഫ് ദ ടങ്, നാവിന്റെ ടിപ്പ് ഭാഗത്ത്, തുമ്പിലാണ്, നമ്മുടെ അറ്റത്താണ് എന്തുള്ളത്, മധുരം തിരിച്ചറിയാനുള്ള രസമുകുളങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? നാവിന്റെ തുമ്പത്താണ് മധുരത്തിന്റെ രസമുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. സെറ്റ് അല്ലേ? എങ്കിൽ ഇതാ അടുത്ത ഒരു ചോദ്യം നോക്കിക്കോളൂ. ഓൾ ഇൻ ദ ഗെയിം ഓഫ് ത്രോയിങ് ദ ബോൾ അപ്പ് ആൻഡ് catching it with one eye closed children also managed to score very less. What could be reason? Explain scientifically. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു കണ്ണ് അടച്ചുകൊണ്ട് പന്ത് മുകളിലേക്ക് എറിഞ്ഞു പിടിക്കുന്ന കളിയിൽ എല്ലാ കുട്ടികൾക്കും വളരെ കുറച്ച് സ്കോർ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. എന്തായിരിക്കാം കാരണം? ശാസ്ത്രീയമായി വിശദീകരിക്കുക. ഇങ്ങനെ പന്ത് എറിഞ്ഞു പിടിച്ച് കളിക്കുകയാണ്, അപ്പൊ ഒരു കണ്ണ് അടച്ചിട്ടാണ് ഇവർ എറിഞ്ഞു പിടിക്കുന്നത്, പക്ഷെ എല്ലാവർക്കും കുറച്ച് സ്കോറേ നേടാൻ കഴിഞ്ഞുള്ളൂ. എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്തായിരിക്കും കാരണം? നമുക്ക് പന്ത് മുകളിലേക്ക് ഇട്ട് കറക്റ്റായി ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കണ്ണും തുറന്നു വെക്കണം അല്ലെ? രണ്ട് കണ്ണും തുറന്നാലേ നമുക്ക് ആ ബോളിലേക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കണ്ണും ആവശ്യമാണ് അല്ലെ? നമ്മൾ അതിനൊരു പേര് പഠിച്ചിരുന്നു. എന്താണത്? നമ്മുടെ ബൈനോക്കുലർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനം എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? The ability to see by focusing both eyes on the same point is termed binocular vision. രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ നമ്മൾ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു അല്ലെ? അപ്പൊ ബോള് കറക്റ്റായി ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കണ്ണും നമ്മൾ ബോളിലേക്ക് ഫോക്കസ് ചെയ്യണം, കേന്ദ്രീകരിക്കണം. അപ്പൊ അതിന് നമുക്ക് രണ്ട് കണ്ണും ആവശ്യമാണ്. ഒരു കണ്ണ് മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ബോളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ബോൾ പിടിക്കാൻ പറ്റില്ല. അപ്പൊ ബോൾ വീണു പോവും, നമുക്ക് മാർക്ക് കിട്ടില്ല, സ്കോർ കിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് രണ്ട് കണ്ണും വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഒരു ബിന്ദുവിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി, കേന്ദ്രീകരിക്കാൻ വേണ്ടി. അതിന് നമ്മൾ സയന്റിഫിക്കലി നമ്മൾ പറയുന്നത് എന്താണ്? ബൈനോക്കുലർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനം എന്ന് പറയും. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. അല്ലെങ്കിൽ we get an accurate knowledge of the distance and position of the object by this. ഒരു ഒബ്ജക്റ്റിന്റെ കറക്റ്റ് പൊസിഷൻ, കറക്റ്റ് സ്ഥാനം എന്താണ്, കറക്റ്റ് സൈസ് എന്താണ്, കറക്റ്റ് ഡിസ്റ്റൻസ് എന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മളെ എന്ത് സഹായിക്കുന്നു? ഈ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ സഹായിക്കുന്നു. അപ്പൊ രണ്ട് കണ്ണും തുറന്നു വെച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ കറക്റ്റായി പന്ത് കാച്ച് ചെയ്യാനോ പെന്നിന്റെ ടോപ്പ് കറക്റ്റ് ആയിട്ട് ഇടാനോ ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ അല്ലെ? ഒരൊറ്റ കണ്ണാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? എങ്കിൽ ഇതാ അടുത്ത ഒരു ചോദ്യം നോക്കിക്കോളൂ. കീപ് എ സർട്ടൻ ഡിസ്റ്റൻസ് വൈൽ വാച്ചിങ് ടി വി കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കുക. There should be enough light in the room. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരിക്കണം. Read 2 tips related to eye protection. Write 2 more instruction. അതായത് കണ്ണ് സംരക്ഷണവുമായിട്ടുള്ള 2 നിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ? ഏതൊക്കെയാണ്? ടി വി കാണുമ്പോൾ കൃത്യമായ അകലം പാലിച്ചിരിക്കണം, റൂമിൽ കൃത്യമായ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരിക്കണം. ഇത് രണ്ടും എന്തായിരുന്നു? കണ്ണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 2 നിർദ്ദേശങ്ങളായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് 2 more instructions. മറ്റു 2 നിർദ്ദേശങ്ങൾ കൂടി എഴുതുക. കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ട 2 നിർദ്ദേശം കൂടിയും എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുറെ പോയിന്റ്സ്, കുറെ നിർദ്ദേശങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും 2 എഴുതാനാണ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് പോയിന്റ്സ് നോക്കിക്കോളൂ. ഒന്നാമത്തെ, കെയർ ഷുഡ് ബി ടേക്കൺ സോ ദാറ്റ് കെമിക്കൽസ് ഡു നോട്ട് ഫോൾ ഇൻ ടു ദ ഐ. എന്താണ്? കെമിക്കൽസ് ഒന്നും കണ്ണിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെ? രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കുക. രണ്ടാമത്തെയാണ്, പ്രൊട്ടക്ട് യുവർ ഐസ് ഫ്രം ഷാർപ്പ് ഒബ്ജക്ട്സ് വൈൽ പ്ലേയിങ്. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ ഒന്നും കണ്ണിൽ കൊള്ളാതെ നോക്കണം അല്ലെ? കൂർത്ത വസ്തുക്കളൊക്കെ കണ്ണിൽ കൊണ്ട് നമ്മുടെ കണ്ണ് പൊട്ടിപ്പോവും. അപ്പൊ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കളെല്ലാം കണ്ണിൽ കൊള്ളാതെ നോക്കണം. Do not rub or blow if dust falls into the eye. Just wash with cold water. കണ്ണിൽ പൊടി വീണാൽ എന്താ ചെയ്യേണ്ടത്? ഊതാനോ തിരുമാനോ ഒന്നും പാടില്ല. പകരം തണുത്ത വെള്ളം കൊണ്ട് നന്നായി കഴുകുകയാണ് വേണ്ടത്. അത് കണ്ണിന്റെ സംരക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. And last point, do not read in dim light or very bright light or while traveling in a bus. അതായത് മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കാൻ പാടില്ല. അത് നമ്മുടെ കണ്ണിന് നല്ലതല്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ, ഐ പ്രൊട്ടക്ഷൻ അഥവാ കണ്ണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം പഠിക്കുക. ഏതെങ്കിലും 2 പോയിന്റ് എക്സാമിന് കൃത്യമായിട്ട് എഴുതാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇതെല്ലാം ഈ മുൻ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കുറെ ചെയ്ത് പഠിക്കാൻ നമുക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.